ഹലോ കൂട്ടുകാരെ, അപ്പം വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു നൈറ്റ് റൊട്ടീനല്ല, സ്കൂൾ റൊട്ടീനുമല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു റൊട്ടീനാണ്. അപ്പം ഞാൻ നൈറ്റ് റൊട്ടീനായിട്ടാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആക്കാം, നൈറ്റ് റൊട്ടീനാവാം, സ്കൂൾ റൊട്ടീനും ആവാം. അപ്പം ഞാൻ രാത്രി ടൈം ടേബിൾ എടുത്ത് വെക്കുവാണേ. അപ്പം എൻ്റെ ടൈം ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ടൈം ടേബിൾ. അപ്പം നാളെ വെനസ്ഡേ ആണ്. വെനസ്ഡേൻ്റെ ഇതാണ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷിൻ്റെ ഒരു പത്രാർത്ഥയും കൂടി ഉണ്ട്. അപ്പം പത്രാർത്ഥം എടുത്ത് വെക്കണം. ഇത് പത്രാർത്ഥയും കണ്ണട വിടട്ടെ, ഇത് താഴോട്ട് മുകളിലോട്ട് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതെന്നെ നോട്ടും ടെക്സ്റ്റും ആണ്. അപ്പം നമുക്ക് പത്രാർത്ഥം എടുത്ത് വെക്കാം. പിന്നെ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് മലയാളം ഫസ്റ്റ് ആണ്. നമുക്ക് മലയാളം ഫസ്റ്റ് എടുക്കാം. സ്റ്റോപ്പ് ചെയ്തില്ല, സോറി. അപ്പം നമുക്കിനി മലയാളം ഫസ്റ്റ് എടുക്കാം. മലയാളം ഫസ്റ്റാണ്. നമുക്ക് മലയാളം ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ PT ആണ്. PTക്ക് ടെക്സ്റ്റ് എടുക്കാം. വേണ്ട, വെറുതെ കനാക്കുന്നതിന് എന്തായാലും PT ഒന്നും ഉണ്ടാവില്ല. എന്താ PT ഉണ്ടാവാത്ത വെച്ചാൽ നമുക്ക് ഇതാണെന്ന് മഴ ആയതുകൊണ്ട് PT ഉണ്ടാവില്ല. അത് പറയാനാണ് എന്നെ കഷ്ടപ്പാട് വിടുന്നത്. നമുക്ക് മാത്സ് എടുക്കാം. ഓക്കെ, എത്തി. ഞാൻ എന്താ വെച്ചാൽ എവിടെ എത്തി വെച്ചാൽ അവിടെ വെക്കാം. അപ്പം നമുക്ക് എടുക്കുമ്പോൾ നേരെ അവിടെ വെച്ചാൽ പോയാൽ, അല്ലെങ്കിൽ പേജ് എടുക്കണ്ടേ. അപ്പം ഞാൻ അവിടെ വെക്കും. അപ്പം ഇതെത്തില്ല, ഇത് ചെയ്തു. ഞാൻ നോക്കട്ടെ, വീട്ടിലൊക്കെ വരെ ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം ഇനി അത് ചെയ്തു. അപ്പം എനിക്ക് കിട്ടി പേജ്. ഒറ്റ എൻ്റെ അനിയത്തിമാർ വിളിക്കുന്നുണ്ട്. അവര് കുറച്ച് സമയം കളിച്ചിട്ട് പോയി. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കളിക്കണം, അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിനി മാത്സ് എടുക്കാം. മാത്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസ് കുറേ നാളായി ഉണ്ടാവും, അതുപോലെ ദിവസമായി ഉണ്ടാവുന്നത്. ടീച്ചർ ഉണ്ടാകുന്ന സമയത്ത് എന്ത് പരിപാടിയായിരിക്കും, മറ്റേ ചാന്ദ്രത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ടീച്ചർ ഉണ്ടാവാത്ത സമയത്ത് നമുക്ക് കുഞ്ഞില്ലല്ലോ. ടീച്ചർ പരീക്ഷ വെച്ചിട്ട് പേപ്പർ തന്നിട്ട് മതിയപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, ടീച്ചർ അത് കുറച്ച് നോക്കിയിട്ടുള്ളേ പറയും. എല്ലാ ടീച്ചർമാരും നല്ല ടീച്ചർമാരാണ്, മാഷിമാരും ആയാലും എല്ലാം നല്ലവരാണ് നമുക്ക്. അപ്പം നമുക്കിനി ബേസിക് കഴിഞ്ഞാൽ മലയാളം, ബേസിക് കഴിഞ്ഞാൽ സോഷ്യലാണ്. സോഷ്യലിൽ നമുക്ക് സാറാണ് ഉണ്ണിമാഷ്. നമ്മൾ ഉണ്ണിമാഷാണ് വിളിക്കൽ. ശരിക്കും പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഉണ്ണിമാഷ് വിളിച്ചിട്ട് പേര് മറന്നു. നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത്, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കും ആവശ്യമുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മലയാളം സെക്കൻഡാണ്. മലയാളം ഫസ്റ്റും സെക്കൻഡും നമുക്ക് ഒരേ ടീച്ചറാണ്. അപ്പോൾ ഗൈസ്, നാളെ കൊണ്ടുപോകാനുള്ളത് ഇവിടെ വൃത്തിയോട് കാണുമായിരിക്കും, അതുകൊണ്ട് അനിയത്തിമാർ ആക്കുന്നതാണ്. പക്ഷെ എൻ്റെ സ്ഥലം അല്ല ഞാൻ വൃത്തിയാക്കും. അവർ വൃത്തിയാക്കുന്ന എനിക്ക് വൃത്തിയാക്കുന്നില്ല വെച്ചിട്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. ഇത്രയും ബുക്കാണ് നാളെ കൊണ്ടുപോകാനുള്ളത്. ഓക്കെ, പിന്നെ പൗച്ച് സാധനം എടുത്ത് വെക്കണം. അതാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അതുകൊണ്ട് ബാഗാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്.
കഴിഞ്ഞ പോലത്തെ ബാഗാണ്, ഒന്നും ആയിട്ടാ. വെറുതെ ബാഗ് വാങ്ങിച്ച പൈസ വേണ്ടത്. നല്ല ബാഗ്. ഇതാ ഒരു കീറ് പോലും വന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചാണ്. ഒരു കീറ് പോലും ഒന്നും പോലെ ആയിട്ട്, അത് ചളി പോലെ ആയിട്ട്. ചളിയുള്ള അലക്കുണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് റഫും കൂടി വെക്കാം. എൻ്റെ റഫിലാണ് ഞാൻ ഇത് എഴുതിയിട്ടുണ്ട് ഉള്ളത്, ടൈം ടേബിള്. അപ്പോൾ നമുക്കിനി എൻ്റെ പൗച്ച് പാക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ പൗച്ച്. ഇതിൽ ഓൾറെഡി കുറച്ച് സാധനമുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പെൻസിൽ വേണം. പെൻസിൽ ചെത്തണം, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. കട്ടർ ആവശ്യമാണ്. കട്ടർ, പെൻസിൽ നമുക്കൊക്കെ, പിന്നെ റബ്ബറും വെക്കാം. പിന്നെ എന്നത് ഹൈലൈറ്ററാണ്. ഹൈലൈറ്ററും പെന്നും ഒരു എൻ്റെ സ്കെയിലിന് ഇത് പിന്നുണ്ടായ വെച്ചാൽ ഹൈലൈറ്റർ ഇല്ലേ, അതിനെ കൊണ്ടല്ല. ഇത് ഞാനിന്ന് തുടച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ് ഗൈസ്. കഴുകിയാൽ പോകുന്നില്ല. അപ്പം ഞാൻ എന്താക്കി വെച്ചാൽ കഴുകിയിട്ട് എങ്ങനെയും പോകുന്നില്ല. ഞാൻ അമ്മ ഒരു ഹാക്ക് പറഞ്ഞു തന്നെയാണ്. ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി, അപ്പോൾ പോവും. ഹൈലൈറ്റർ അല്ലേ പറഞ്ഞു, വലിച്ചു വെക്കണം. അറിയില്ല, അമ്മ ട്രൈ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടായി. ഇനി ഇവിടെ ആ ഹൈലൈറ്റർ ആയിരിക്കും നടക്കുക. അപ്പോൾ അത് വേഗം പോകുന്ന പറഞ്ഞേ. കൈസ് പോകുന്നുണ്ട് കേട്ടോ, എൻ്റെ ബുദ്ധി കൈസ്. സൈഡും കൂടെ നമുക്ക് നോക്കാം. സൈഡിൽ കുറച്ച് നല്ലോണം ഉണ്ട്, നമുക്ക് സൈഡിലും കൂടി ആക്കാം. ചുമയാണ് കേസ്. ഈ മഴക്കാലത്ത് ചുമ വരാണ്ട് ഒരാളുണ്ടാവില്ല. ചുമയുടെ പ്രശ്നം കേസ്. വെറുതെ കേസ് നോക്ക്. ഇത്രയും ഹൈലൈറ്റ്സ് കാണാനുണ്ടായത്. ഓക്കെ, നമുക്ക് സ്കെയിലിടാം. പിന്നെ മറ്റു പെണ്ണിവിടെ. പിന്നെ ഈ ഒരു ബുക്ക് എടുക്കണം. എന്തെങ്കിലും ക്വിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലാണ് എഴുതൽ. നമുക്ക് ക്വിസ് ഉണ്ടെങ്കിൽ സ്റ്റിച്ചാണ് കേസ്. എൻ്റെ ജേണലിൻ്റെ സ്റ്റിച്ചുണ്ട്. അപ്പോൾ നമുക്കത് വെക്കാം കേട്ടോ. റഫിന് മുമ്പിൽ ചിലപ്പോൾ നാളെ പത്രത്തെ ക്വിസ് ഉണ്ടാവും. നമ്മളെ അസംബ്ലി ആണെന്ന് തോന്നുന്നു നാളെ. അവസാനം ഞാൻ എൻ്റെ പ്രയറും കൂടി പാടും. അത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ, അതാണ് കേൾക്കാൻ നിങ്ങളെ ചെവി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഇല്ലെങ്കിൽ വേണ്ട, അടിച്ചു കളയാം. ഓക്കെ, പിന്നെ എന്നത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇപ്പോൾ ആവശ്യമില്ല, പക്ഷെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അറേഞ്ച് ചെയ്യും. പിന്നെ നമുക്ക് മൈ ഗ്ലാസ്. നാളെ എൻ്റെ കണ്ണട നമുക്ക് കണ്ണടേൻ്റെ ബോക്സിലിടാം. ഇങ്ങനെയായിരിക്കും അല്ലാതെ കണ്ണടേൻ്റെ ബോക്സിലിടാം. അല്ലെങ്കിൽ എനിക്ക് രാവിലെ കൊണ്ടുപോകാൻ മറക്കും, അതുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു ബ്ലാക്ക് സ്കെച്ച് എടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഔട്ട്ലൈൻ ചെയ്യണമെങ്കിൽ അത് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഒരു ബ്ലാക്ക് സ്കെച്ച് ഇത് പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. നമുക്ക് ബ്ലാക്ക് സ്കെച്ച് എടുക്കാം. എനിക്ക് ചിലപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സ്കെച്ച് ചെയ്യുമ്പോഴേക്കില്ല. നമുക്ക് എക്സ്ട്രാ ഒരു പെൻസിൽ എടുക്കാം. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാം. എനിക്ക് ഭയങ്കര മനസ്സാണ്. അത് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിലത്തെ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഭയങ്കര മനസ്സാണ്.
ഇപ്പം എൻ്റെ ക്ലാസ് ഒരു കാണുന്നുണ്ടെങ്കിൽ ഇപ്പം ചിരിച്ച് ചാവുന്നുണ്ട്. നല്ല മനസ്സാണെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് കണ്ണടയും എൻ്റെ പൗച്ചും നമുക്ക് ഈ സിബിലാണ് ഞാൻ പറഞ്ഞത്. ഈ സിബ് പ്ലേറ്റും ഗ്ലാസും അല്ല, പ്ലേറ്റും കുപ്പിയും വെക്കാനാണ്. അതിൻ്റെ മുമ്പത്തെ ഒരു സിബുണ്ട്, ഈ ഒരു സിബ്, ഇവിടെ ഒരു സിബുണ്ട്. ഈ സിബിൽ നമുക്ക് എൻ്റെ പൗച്ച് വെക്കാം, പൗച്ചൊന്നും വെക്കാം. അപ്പം അതവിടെ സെറ്റായി. പിന്നെ മുമ്പിൽ ഞാൻ എന്തോ കൊണ്ടുപോകും. മുമ്പിൽ എൻ്റെ കുഞ്ഞി നോട്ട് പാഡാണ്. എനിക്ക് ഹോംവർക്ക് എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും എൻ്റെ അനിയത്തിനാണ്, അടിച്ചു മാറ്റി, വേറെ വഴിയില്ല. ഓക്കെ, നമുക്ക് നല്ലോണം മാറ്റുണ്ട്. ഓക്കെ, നമുക്ക് അത് പോട്ടെ, അത്ര വേദനയില്ല. വേദനയില്ല, നല്ലോണം ചോദിക്കുന്നുണ്ട്. ഓക്കെ, മുമ്പിൽ എന്താ ഞാൻ വെച്ച നോട്ടപ്പാടല്ലേ, എനിക്ക് ഭയങ്കര മറവി രോഗമാണ്. അഥവാ ആരും ബ്ലാക്ക് പെൻ വെച്ചത്, ബ്ലാക്ക് പെന്നും ഹാൻഡിഡ് ആവണം. ഹാൻഡി ബ്ലാക്ക് പെന്നിനൊന്നും മൂടി ഉണ്ടാവില്ല, മൂടിയിലും ബ്ലാക്ക് പെൻ കിട്ടോ. ഇത് മൊത്തം എൻ്റെ പെൻ കളക്ഷനാണ്. ഇതിലൊരു ബ്ലാക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ, ഉണ്ടാവണം. മൂടിയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്നുണ്ടാവും. മൂട് വേറെണ്ടെങ്കിൽ കിട്ടപ്പോ. ഇത് ബ്ലാക്ക് ആണല്ലോ, നോക്കട്ടെ. ഇതൊന്നും മനസ്സിലാവുന്നില്ല കളർ പേപ്പറിൽ. ഇത് ബ്ലാക്ക് ആണ്. അപ്പം നമുക്ക് ഇതെടുക്കാം, ടിക് 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 ടിക്. അപ്പം നമുക്ക് പൗച്ചിലിടാം. കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുപ്പി വരും. ഓക്കെ, നമുക്ക് രാവിലെ കുപ്പിയും പ്ലേറ്റും അമ്മ തരും. അത് ഞാൻ തുറന്നു നോക്കാം, എന്താ വെച്ചാൽ പെട്ടെന്ന് എടുത്തു തുറന്നിട്ട് നോക്കാൻ കുറച്ച് പണിയാവും. നമുക്ക് എന്നെ എടുക്കാൻ വെക്കാനില്ല. അപ്പം എൻ്റെ ബാഗ് റെഡിയായി. എൻ്റെ ബാഗ് റെഡിയായി. ഇനി നമുക്ക് വേറെ എന്തായാലും നോക്കട്ടെ. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിക്ക് ഒരു സാധനം ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. കാണുന്നുണ്ടോ നിങ്ങൾക്കൊരു പൂച്ചയെ? ഈ പൂച്ചക്കില്ലേ ഫുഡ്, ഇത് ഞാൻ ആക്കിയതാണ്, ഇങ്ങനെ ആക്കിയതാണ്. ഷോക്ക് വേണമെന്നിട്ട് കൊടുത്താണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓറഞ്ചാണ് കൊടുക്കുന്നത് പൂച്ചക്ക്. കൊടുത്താൽ അതിതാ ഓറഞ്ച് കുരുവായിട്ട് വരും. മാജിക്. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ പാക്കിങ് റെഡിയായി. നമുക്ക് എൻ്റെ നൈറ്റ് റൂട്ടീനിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കിടക്കുന്നതിന് മുമ്പേ മുടി കെട്ടും. ആദ്യം എത്തി വന്നിരുന്നു എൻ്റെ അടുക്ക് എപ്പോഴും വരും ഗൈസ്. എനിക്ക് ഓക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്കിനി മുടി കെട്ടാം. ഞാൻ മുകളിലോട്ട് കെട്ടണമെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മുടി എങ്ങനെയെല്ലാം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ താഴോട്ട് കെട്ടും. കെട്ടുന്നതാണ് കേട്ടോ ഇഷ്ടം. ക്ലിപ്പ് കുത്തിയാണെന്ന് മൈ സ്മോൾ മുടി നിൽക്കൂല ഗൈസ്, അതാണ് പ്രശ്നം. ഓക്കെ, ഇനി ഞാൻ കിടക്കുന്നതിന് മുമ്പേ ഒരു ബുക്ക് വായിക്കും. ആ ബുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്.
അപ്പം ഞാൻ ബുക്ക് വെച്ച് നമുക്ക് ഉറങ്ങാം ഗൈസ്. ലൈറ്റ് ഓഫ് ആക്കട്ടെ. നിങ്ങൾക്ക് കാണാത്തത് കൊണ്ട് ഞാൻ ഇത് ഓണാക്കാം. നിങ്ങൾക്ക് എന്നെ കാണൂലല്ലോ. അപ്പോൾ നമുക്കിനി ഉറങ്ങാം. അപ്പം ഗുഡ് നൈറ്റ്.